നിലമ്പൂർ തോൽവിയിൽ ചില നേതാക്കൾക്കെതിരെ സിപിഐഎമ്മിൽ മുറുമുറുപ്പ്. പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കില്ലെന്ന റിപ്പോർട്ടുണ്ടായിട്ടും സ്വരാജിനെ എന്തിനു നിർത്തിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നു. MV ഗോവിന്ദന്റെ RSS പരാമർശം തോൽവിയുടെ ആഴം കൂട്ടിയെന്നും വിമർശനമുണ്ട്. തോൽവി ചർച്ച ചെയ്യാൻ നാളെ മുതൽ സിപിഐഎം നേതൃയോഗങ്ങളിലേക്ക് കടക്കും. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ സിപിഐഎം നിലമ്പൂരിന്റെ ചുമതല M സ്വരാജിന് നൽകിയതാണ്. സാഹചര്യങ്ങൾ വിലയിരുത്തിയ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഒട്ടും വിജയസാധ്യതയില്ലെന്ന് നേതാക്കളെ ധരിപ്പിച്ചു. പാർട്ടി വോട്ടിനപ്പുറം പൊതുവോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജയസാധ്യത പോലുമില്ലെന്നാണ് അറിയിച്ചത്. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ തയ്യാറാകാതിരുന്ന നേതൃത്വം സ്വരാജിനെ മത്സരത്തിലേക്ക് തള്ളിവിട്ടു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ സ്ഥാനാർത്ഥി വേണമെന്നുണ്ടെങ്കിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് നിൽക്കട്ടെ എന്ന് സ്വരാജ് പറഞ്ഞതുമാണ്. അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് സ്വരാജിനോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളുടെ നിലപാട്. പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയില്ലെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് വിമർശകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പാർട്ടി സെക്രട്ടറിയുടെ RSS ബാന്ധവ പരാമർശം ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ടുകളെ അകറ്റിയെന്നും നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. തോൽവി അടിമുടി പഠിച്ച് തിരുത്തൽ വരുത്തി മുന്നേറുകയാണ് ലക്ഷ്യം. RSS പരാമർശത്തിന്റെ പേരിൽ MV ഗോവിന്ദൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മുമ്പത്തെ പോലെ സംരക്ഷണമൊരുക്കാൻ പിണറായി വിജയൻ ഉണ്ടാവാനിടയില്ല. റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.